അണ്ണൻ തമ്പി കോംബോ ഓഫ് ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ കഥം ഹൊഗയ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യത്തിന് ഒരു തിരശീല വീണിരിക്കുന്നു. ഇന്ന് ആദ്യം വന്നൊരു പ്രൊമോയില് അനീഷിന്റെ PR-ഉമായിട്ട് ബന്ധപ്പെട്ട് അനീഷിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു പ്രൊമോ ആദ്യമേ കണ്ടതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇട്ട്. പക്ഷേ അനീഷിന്റെ PR ആയിക്കോട്ടെ, സപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ, ഫാൻസ് ആയിക്കോട്ടെ, അവർ പറയുന്നു നമുക്ക് രാത്രി കണ്ടിട്ട് പറയാം. രാത്രി കണ്ടിട്ട് പറഞ്ഞാലും ഇപ്പോൾ ലാലേട്ടൻ ആ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ എടുത്തു ചോദിച്ചൊരു കാര്യം, ബിഗ് ബോസ് ഇത്ര നാളും 5 വർഷത്തോളമായി ഇരുന്ന് പഠിച്ച ഒരാൾക്ക് PR എന്താണെന്ന് അറിയത്തില്ല. ആ ഒരു കാര്യം എല്ലാവരും ചോദിച്ചു, ബിഗ് ബോസിനകത്തുള്ള മറ്റ് മത്സരാർത്ഥികൾ ചോദിച്ചു, അത് തന്നെയാണ് ലാലേട്ടൻ ചോദിച്ചത്. പക്ഷെ അടുത്ത വന്നിരിക്കുന്ന പ്രൊമോ ഷാനവാസിനെ ഒരിക്കൽ മാത്രമല്ല നല്ല വെട്ടി തുണ്ടമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഫ്രൈ അങ്ങോട്ട് മൊരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഷാനവാസിനെ അങ്ങനെ പൊരിക്കുന്നത് കാണാനായിട്ട് ഞാൻ ശരിക്കും ഒന്ന് ആഗ്രഹിച്ചു. കാരണം എന്താണെന്നറിയോ, ഷാനവാസ് ഓരോ ആഴ്ചയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ എല്ലാ ആഴ്ചയിലും ഈ പറയുന്ന അനീഷിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അതങ്ങ് മുങ്ങിപ്പോകും. അതായത് അനീഷിനെ എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്കും എന്നിട്ട് ലാലേട്ടൻ പറയും, ഷാനവാസിന് മാത്രമേ അനീഷിനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് 2 ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കും ഷാനവാസ് ആ ഒരു ഇതിനകത്ത് മൊത്തത്തിൽ ഉരുണ്ട് പെരണ്ട് പോവാറുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്തായാലും ആ ഒരു രക്ഷപ്പെടൽ എന്തായാലും ഷാനവാസിന് ഇല്ല. ഇന്ന് നല്ല വ്യക്തമായിട്ട് എടുത്തു തന്നെ പറയുന്നുണ്ട്, ഒരു വലിയൊരു ടാസ്ക്, ആ ഒരു ബിഗ് ബോസ് എന്ന എല്ലാ ടാസ്കുകളും ഈ സീസണിൽ എല്ലാവരും മോശമാക്കിയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഒരു ടാസ്ക് കുളമാക്കി കഴിഞ്ഞപ്പോൾ അന്നേരം അതിനുശേഷം ഇരുന്ന് ഈ പറയുന്ന വീമ്പ് പറയുന്നതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇത് ഷാനവാസ് മാത്രമല്ല കേട്ടോ, ഷാനവാസിന്റെ കുറെ ഫാൻസും ഇതേപോലെ വന്ന് വീമ്പ് പറഞ്ഞു. ആ ടാസ്ക് അത് ചളമാക്കി അത് പൊളിച്ചടക്കി കൈ കൊടുത്തതാണ് നമ്മുടെ ഷാനവാസിന്റെ ഒരു മിടുക്ക് എന്നാണ് പറഞ്ഞത്. കാരണം എന്തുവാ, തന്റെ സഹമത്സരാർത്ഥിയായിട്ടുള്ള ആര്യനാണ് ആ ടാസ്ക് കിട്ടിയത്. ആര്യന്റെ ടാസ്ക് കുളമായി പോയാൽ ഷാനവാസിന് ഗുണമാണ്, അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്ക് ഗുണമാണ് എന്നാണ് ഷാനവാസിന്റെ കുറെ ഫാൻസും ചിന്തിച്ചു വെച്ചത്. ശരിക്കും അങ്ങനെ അല്ല കേട്ടോ, ഈ ബിഗ് ബോസിന്റെ ഗെയിമാണ്, അതിന് ഒരിക്കലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇപ്പം അത് കുളമാക്കി ഒരു ഹീറോയിസം കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഗെയിമിനെ അങ്ങനെ ചെയ്യാം. പക്ഷെ അവിടെ അന്നേരം ബിഗ് ബോസ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പക്ഷെ ഇതൊരു വലിയ ഒരു ടാസ്ക്കാണ്. ആ ടാസ്കിനെ ഗംഭീരമാക്കാൻ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അത് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ അത് പലരും ഷാനവാസിനെ ന്യായീകരിച്ച മറ്റൊരു കാര്യം എന്തെന്ന് അറിയോ, ഷാനവാസ് ഒരു പച്ചയായ മനുഷ്യനാണ്. നോർമലി ഒരു മനുഷ്യൻ എന്താണോ ചെയ്യുന്നത്, ടാസ്കിനെ കുറിച്ചൊന്നും അല്ല ഷാനവാസ് ചിന്തിച്ചത് എന്ന്. അങ്ങനെ പച്ചയായ മനുഷ്യനാണെങ്കിൽ പച്ചയായിക്കോട്ടെ, പക്ഷെ മണ്ടനാകാൻ പാടില്ല. ഇവിടെ ഷാനവാസ് കാണിച്ചത് ഒരു മണ്ടത്തരമാണ്, ഒരു പൊട്ടത്തരം. അത് മാത്രമല്ല, ഇപ്പം ഓക്കെ, ഷാനവാസ് വിശ്വസിക്കുന്നില്ല, ആര്യൻ പറഞ്ഞത് ഷാനവാസ് വിശ്വസിച്ചില്ല, അതുകൊണ്ട് ആ ഒരു ഗെയിമിനകത്തോട്ട് ഷാനവാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയില്ല. പക്ഷെ പിന്നെ ഈ ആങ്ങള ചമഞ്ഞ് ആദിലേക്കും ന്യൂറയ്ക്കും ഒരു ഹിന്റ് കൊടുത്ത് ആ ഒരു തരത്തിലേക്ക് ഷാനവാസ് ഷോ കാണിക്കാൻ പോയി എന്തിനാണ്? അതാണ് അവിടുത്തെ കുഴപ്പം എന്ന് പറയുന്നത്. ഇപ്പം ആര്യൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ ടീമിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയെ ചൂസ് ചെയ്തു. ലക്ഷ്മി എന്ത് ഭംഗിയായിട്ട് ആ ഗെയിം കളിച്ചു. ലക്ഷ്മിക്കും ആര്യനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ലക്ഷ്മി ഒരു പരിധിയിൽ കൂടുതൽ മണ്ടത്തരം കാണിച്ച് ആര്യനെ വിശ്വസിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കി ആ ഒരു തരത്തിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഷാനവാസിന് പറ്റിയ ആ ഒരു തെറ്റെന്ന് പറയുന്നത് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ച് എടുത്ത് പറഞ്ഞാലേ ഈ പറയുന്ന ഓഡിയൻസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാൻസിന് മനസ്സിലാകത്തുള്ളൂ എങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ അതുമുണ്ട്. പിന്നെ അനീഷിൻ്റെ അടുത്ത് വീണ്ടും ലാലേട്ടൻ എന്തോ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആര്യനും ഷാനവാസും തമ്മിലുള്ള വിഷയം സംസാരിക്കുന്ന ഇടയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു വിഷയത്തിനകത്താണ് അവിടെ ഷാനവാസിനെതിരെ അനീഷ് ഒരു അഭിപ്രായം പറയുമ്പോഴത്തേക്കും ഷാനവാസ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഷാനവാസ് എന്ത് പറയുമ്പോഴും അല്ല ലാലേട്ടാ, അങ്ങനെയല്ല ലാലേട്ടാ എനിക്ക് സംസാരിക്കാനുണ്ട്, ലാലേട്ടാ ഇതാണ് ഷാനവാസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അതിനും കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഷാനവാസിന്റെ ഈ ഒരു രീതി എല്ലാ ആഴ്ചയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ കുറച്ച് അധികം റെസ്പെക്ട് ഷാനവാസിന് കൊടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്നുമില്ല, ഇത്രയും പ്രായമായിട്ടില്ലേ, നിങ്ങൾക്ക് ഒരുപാട് കുടുംബമൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്നൊക്കെ ഷാനവാസിനെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച ആ പറയുന്നത് നിങ്ങൾക്ക് ഒരു മാറി ഷാനവാസിന് നല്ല കിട്ടേണ്ട രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ ആര്യന്റെ ഒരു ഡയലോഗ്, ആ ഒരു ബാൻഡ് തുടക്കം വന്നപ്പോൾ ആദ്യത്തെ ഗെയിമില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ആര്യൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആര്യൻ തുടക്കം തൊട്ടുള്ള എല്ലാ ഗെയിമും വിൻ ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ പറയുന്നുണ്ടായിരിക്കാം.
അതിനോട് ഒരു എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റ് സഹ മത്സരാർത്ഥികൾക്ക്. ഇപ്പോൾ ആര്യന്റെ ഗെയിം എടുക്കുകയാണെങ്കിൽ ഒരു വട്ടം മാത്രമാണ് ആര്യന് പാളിപ്പോയത്. അത് ആ ഒരു പണിപ്പുര ടാസ്കിൽ തലമുടി മൊട്ടയടിക്കുക എന്ന് പറയുന്നത് ആര്യന്റെ ഭാഗത്തുണ്ടായ ഒരു വലിയ മണ്ടത്തരമായിരുന്നു. പക്ഷേ അത് ആര്യൻ കുറച്ചും കൂടെ ആ ഒരു ജിസേലിന്റെ ഒരു കോംബോ ഒന്നും ഇല്ലാണ്ടൊന്നും വിട്ട് കളിച്ചിരുന്നെങ്കിൽ ആര്യന് കുറച്ചും കൂടെ ഒന്ന് നല്ല ലോജിക്കായിട്ട് ബിഹേവ് ചെയ്യാമായിരുന്നു എന്ന് എന്തായാലും ഇന്നും അഭിപ്രായമുണ്ട്. പക്ഷെ അതല്ലാതെ നോക്കുവാണെങ്കിൽ ആര്യന്റെ എല്ലാ ടാസ്കുകളും ഗംഭീരമായിട്ടൊക്കെ തന്നെ ആര്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അനുമോളെ കുറിച്ചുകൂടി എന്ന് പറയുകയാണെങ്കിൽ അനുമോളെ എന്തോത്തിനോ വേണ്ടിയിട്ട് ലാലേട്ടൻ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടൊക്കെ എല്ലാവരും ബഹളമാണ്. അപ്പം ലാലേട്ടൻ ആ സമയത്തും അനുമോളെ പിടിച്ചു നിർത്തിയതിനു ശേഷം എല്ലാവരെയൊക്കെ ബഹളം വെക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അനുമോളെ ഈ ഒരു PR-ന്റെ പേരിലാണോ വിളിക്കുന്നത്? എന്തെങ്കിലും തട്ട് കൊടുക്കാതിരിക്കില്ലല്ലോ. പിന്നെ അതല്ലെങ്കിൽ അനുമോള് ടാസ്ക് നന്നായിട്ട് ചെയ്തു എന്നൊരു അഭിപ്രായം ഉണ്ട്. അതായത് നൂറ, ആദില, അനുമോള് ഇവര് 3 പേരും ഈ പറയുന്ന ഷാനവാസിന്റെ ഹിന്റ് കിട്ടിയിട്ട് ആണ് ആ പറയുന്ന സാബുമോനെ കണ്ടുപിടിച്ചത്. പക്ഷേ അതിനകത്ത് അനുമോള് കുറച്ചുകൂടെ ക്ലവർ ആയിട്ട് സാബുമോനോട് സംസാരിച്ചു നിന്നു. അപ്പം സാബുമോനെ അനുമോള് കണ്ടുപിടിക്കുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ സത്യത്തിൽ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അത് വല്ലതും അപ്രിസിയേഷൻ വല്ലതും കൊടുക്കാനോ അതോ ഇനി തട്ട് കൊടുക്കാനോ എന്തിനോ അനുമോളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇനി അങ്ങോട്ട് കുറച്ച് ഡേയ്സേ ഉള്ളൂ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മിക്കവാറും ഒരു എലിമിനേഷനേ ഉള്ളൂ. അപ്പം ടോപ്പ് 10ലേക്ക് എത്തുകയാണ്. അപ്പോൾ ടോപ്പ് 10ൽ എന്തായാലും ഇവരൊക്കെ വന്നു എന്ന് നമുക്ക് പുളകം കൊള്ളാം. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.